ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ യുവർ ഷാരി തോപ്ര. ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം നമ്മൾ രാവിലെ തന്നെ ഒരു ഇത്തിരി പണിയിലാണ്. നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഒരുപോലെ ഗുണകരമാകുന്ന ഇൻടേക്ക് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ എപ്പോഴും ഹെയറിനും സ്കിന്നിനും വേണ്ടി പുറമേ മാത്രമല്ല ചെയ്യേണ്ടത്, ഇൻടേക്കും ചെയ്യണം. എന്നാലേ സ്കിന്നും ഹെയറും ഒരുപോലെ ഹെൽത്തി ആയിട്ടിരിക്കത്തുള്ളൂ. നമ്മൾ എക്സ്റ്റേണലി ചെയ്യുന്ന പോലെ തന്നെ ഇൻറ്റേർണലി നമ്മൾ ഇൻടേക്ക് ചെയ്യണം. ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ കറിവേപ്പിലയാണ്. നല്ല ഫ്രഷ് കറിവേപ്പില തന്നെ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ബദാം, പ്ലംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്, പിന്നെ ഇത്തിരി കരിഞ്ജീരകം, പിന്നെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഉരുള പിടിക്കാനും ഒരു സ്വീറ്റ്നെസ്സിനൊക്കെ ഒരു സോഫ്റ്റ്നെസ്സിനൊക്കെ വേണ്ടി ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ആ ഉണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് ഇതിനകത്ത് എന്തോ സോനെ ചിലന്തി കളയണം. ചിലന്തി കളഞ്ഞിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ചൂട് സാധനം എടുത്ത് എണ്ണാക്കിലോട്ട് ഇരുന്ന് കൊതി മൂത്ത ഇങ്ങനെ ഇരിക്കും. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കാവുള്ളൂ. അല്ലെങ്കിൽ അമ്മയുടെ ഗ്യാസ് തീരുമെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പരാതി. ഗ്യാസ് ഇല്ല ഗൈസ്. ചേക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല. ചേക്ക് ഫ്ലെയിം ആവണ്ടെന്ന് അച്ചായി പറയുന്നത്. അല്ലെങ്കിൽ ആരാധകരെ കൊണ്ടിരിക്കാൻ വയ്യ ചേക്ക്. നിനക്ക് സെയിം ആവണോന്ന്? അതെ, ലൂക്കാന്ന് വിളിച്ചാൽ മാത്രം അവൻ കേക്കത്തില്ല. ഉണ്ടംപൊരി. ലൂക്കയുടെ വേറെ പേര് ഉണ്ടംപൊരി. വൈറ്റാട്ടി. അതെ, വൈറ്റാട്ടി വന്നു. വൈറ്റാട്ടി ഞങ്ങളുടെ പശുവിന്റെ വൈറ്റാട്ടി ചെയ്ത്. അപ്പൊ എണീറ്റിട്ട് വന്ന് കിടന്നതേ ഉള്ളു. അതെ, ആ സുഖത്തിൽ കിടക്കോ കുഞ്ഞ്. എന്തുവാ? ഇതൊന്നും ആവത്തില്ലല്ലോ ഇതിന്. നെയ്യിടല്ലേ? നഷ്ടമാണ്. ഡേറ്റ്സ് കുറച്ച് കുറവാണ്. അതാണ് പറഞ്ഞത് എനിക്ക് ഇത്തിരി നഷ്ടമാണ്. നെയ്യൂടെ ഒഴിച്ച് ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുപാട് ഒരു പൗഡർ ഫോമിലല്ല. നമുക്ക് ഒരു ഉരുള പിടിക്കണം. ഉരുള പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉടഞ്ഞു പോവാണ്ടിരിക്കുന്ന ഒരു പരുവത്തിനേക്ക് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡേറ്റ്സ് ഇടുന്നത്. ഇപ്പോൾ ഡേറ്റ്സ് കുറവായതുകൊണ്ട് ഇത്തിരി നെയ്യൂടെ ഒഴിച്ചു കൊടുക്കും. കുഞ്ഞാ
ഇതാണ് ഞങ്ങളുടെ പുതിയ ലോക്കിംഗ് മെഷീൻ. എനിക്ക് 3-4 മെഷീനുണ്ട്. ഒന്ന് ഉഷയുടെ ഒരു നോർമൽ മെഷീൻ, പിന്നെ ഉഷയുടെ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ മെഷീനുണ്ട്, പിന്നെ ബ്രദറിൻ്റെ ഒരു മെഷീൻ, ഇപ്പം ഇത് ഈ ലോക്കിംഗ് മെഷീൻ. ബാലൻസ് കട്ടാകുന്നുണ്ട്. വാവ്. ഇതിൻ്റെ അകത്തോട്ടെ ഇതിൻ്റെ അകത്തോട്ട് കുറച്ചും കൂടെ നീക്കി വെച്ച് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ടായി പോകും. ആ ചവിട്ടിക്കോ, പതിയെ ചവിട്ടിയാൽ മതി. അത് സക്സസ്. അടിച്ചിങ്ങി മാറ്റ്, അതല്ല അടിച്ചിങ്ങി മാറ്റ്, വലിക്കരുതേ. അത് ഇനി വെക്കണ്ട, കട്ട് ചെയ്യും. ഇത് കട്ട് ചെയ്ത് കളയണമെങ്കിൽ മാത്രം ഇങ്ങോട്ട് നീക്കി വെച്ചാൽ മതി, ഇല്ലെങ്കിൽ ഈ കറക്റ്റ് ഈ എഡ്ജിൽ കൊണ്ട് വെച്ചാൽ മതി. വളയ്ക്കാതെ, വളയരുത്. വെക്കാത്ത. രണ്ടാമത് വാങ്ങിയത് ആരി സ്റ്റാൻഡ് വാങ്ങി. നമുക്ക് ആരി സ്റ്റാൻഡ് ഇല്ലായിരുന്നു, ജസ്റ്റ് ഒരു ടേബിൾ ഇങ്ങനെ വെച്ചിട്ട് പണിതെടുക്കുമായിരുന്നു. അന്ന് ആരി സ്റ്റാൻഡ് എന്താന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ എന്റെ അനിയനെ കൊണ്ട് ഞാനൊരു ഫസ്റ്റ് ടേബിൾ ഞാൻ ആദ്യമായിട്ട് ആരി വർക്കൊക്കെ ചെയ്യുന്നത് എംബ്രോയിഡറി റിങ്ങിലിട്ടിട്ടാണ്. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് കുറേ ലിമിറ്റിലാണ് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ലാസ്റ്റ് എൻ്റെ ചേട്ടൻ്റെ വെഡ്ഡിങ് വർക്കായി കിട്ടിയപ്പോഴാണ് ഒരു ആരി സ്റ്റാൻഡ് വാങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷെ 2 ആഴ്ചയുള്ളൂ കല്യാണത്തിന്. അങ്ങനെ എനിക്ക് ആരി സ്റ്റാൻഡ് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ പറ്റത്തില്ല. അല്ലാണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ ആരി സ്റ്റാൻഡിൽ ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ അനിയനെ കൊണ്ട് എൻ്റെ ഒരു കൺവീനിയൻസിനനുസരിച്ച് ഞാനൊരു സ്റ്റാൻഡ് പണിയിച്ചിട്ട് വിത്തിൻ അവേഴ്സ്, ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് ഞാൻ ആരി നീഡിൽ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ടാണ് ഞാൻ ആ മുമ്പേ കണ്ട വർക്ക് ഞാൻ ചെയ്തത്. ഫൈനലി ഞങ്ങളുടെ ആഗ്രഹം നടന്നിരിക്കുന്നു ഗൈസ്. ഉണ്ടമ്പരി എന്ത് ഇതാണ് ഞങ്ങളുടെ വർക്കിംഗ് ഏരിയ, ഞങ്ങളുടെ വർക്ക്ഷോപ്പ്. പിന്നെ നമ്മൾ മേടിച്ചത് ഇൻഡസ്ട്രിയൽ സ്റ്റീം അയൺ ബോക്സർ. അതും നമ്മൾ മേടിച്ചു. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അത്. ഇത് എത്ര ലിറ്ററിന്റെയാ? മിനിമം വാട്ടർ ലെവലുണ്ട്. അമ്മയുടെ റിയാക്ഷൻ. കറണ്ടിന്റെ അല്ല, വെള്ളത്തിന്റെ. ഇതിന്റെ വാട്ടർ ടാങ്ക്. കറണ്ട് വേണം, സ്റ്റീം വരത്തില്ലേ, സ്റ്റീം. നമുക്ക് ഇതിന്റെ കൂടെ നമുക്ക് ഈ ചുമ്മാതല്ല, കാശ് കൊടുക്കണം. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിന്റെ ഷീൽഡ്, ഇതിന്റെ നിക്കറ് തേക്കാൻ പറ്റും. എന്നിട്ട് നമ്മളിപ്പോ തേക്കുന്നതിന്റെ ഇടയ്ക്ക് ഇത് താഴെ വെക്കണമല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനൊന്നും വെക്കണ്ട. നമുക്ക് അടുത്ത കൊറിയർ വന്നു. എങ്ങനെയാണ് ഇത്? നല്ല ഐഡിയ ഉണ്ടോ? ഇത് വെക്കണ്ടേ? ഇതില് ഫോൺ വെച്ച് അല്ല, വേറെ ഫോൺ എടുത്തിട്ട് വരും. എന്ത് ചെയ്യാണ് മാളു? അറിയത്തില്ലേ.
ക്യാമറ വെക്കുമായിരിക്കും അവിടെ. ഓ ഇതാണല്ലേ ഇവർ ഈ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ കൊണ്ടു നടക്കുന്നത്. ഓ ഇനി ഞാൻ അതെ. ഇതിൻ്റെ കൂടെ വന്ന ഹോൾഡറാണിത്, പക്ഷേ നമ്മൾ വേറെ മേടിച്ചു. സ്റ്റാൻഡ് വാങ്ങിച്ച് ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. എൻ്റെ മറ്റേതില്ലേ, മറ്റേ ട്രൈപോഡിൻ്റെ ഇത് എനിക്ക് പെട്ടെന്ന് പൊട്ടിപ്പോയായിരുന്നു. ഇത് ലോക്കൽ സാധനം. ഇത് അതുമല്ല, ഫോൺ ഭയങ്കര ഇതായിട്ടിരിക്കും. ഇത് നമുക്ക് ഇത് കുറച്ചുകൂടെ നല്ലതാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെ. എന്ത് കാണിക്കുമോ നീ? അറിഞ്ഞൂടാ. ഇതെങ്ങനെ ഇളകി വന്ന? ഇതിങ്ങനെ നമുക്ക് കണ്ടോ, ഇതിങ്ങനെ നമുക്ക് ഫോണിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫോൺ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് മുറിക്കാൻ മതി. കയറ്റണത് ലെവൽ വരണ്ടേ, കണ്ടോ? ഇതിങ്ങനെ ടൈറ്റ് ചെയ്യാം. പക്ഷെ മറ്റേതെന്ന് വെച്ചാൽ ഇങ്ങനെ വലിച്ച് വെച്ചിട്ട് തിരിച്ചു വന്ന് കയ്യിലടിച്ച. ഇത് പക്ഷെ എനിക്ക് ഫോൺ ഓഫാക്കി കളഞ്ഞ എൻ്റെ ബട്ടൻ്റെ പുറത്ത് വെച്ച്. മതി. ഗൈസ്, ഇതെൻ്റെ ആദ്യത്തെ ട്രൈപോഡാണ്. ഞാൻ വേറെ കാര്യം കാണിച്ചു തരാം. ഉള്ള എൻ്റെ ട്രൈപോഡ് ഇതാണ് എൻ്റെ ഫസ്റ്റ് ട്രൈപോഡ്. അത് ഇതെൻ്റെ അല്ല, ഇതെൻ്റെ കസിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ട്രൈപോഡ് ഇല്ല. ഇതെൻ്റെ ഫസ്റ്റ് ട്രൈപോഡാണ് എൻ്റെ. പിന്നെ ചേട്ടൻ വാങ്ങിച്ചു തന്ന ഒരു റിംഗ് ലൈറ്റ് ഉണ്ട്. പക്ഷെ അതിൻ്റെ ഈ സാധനമൊക്കെ പോയിട്ട് ഞാൻ പിന്നെ അശ്വതിയുടെ ഞാൻ തന്നെ ഒരു ട്രൈപോഡ് ഉണ്ടാക്കി. അത് ഞാൻ കാണിച്ചു തരാം. പക്ഷെ അത് പോയെന്ന് തോന്നുന്നു, തൂത്തെടുത്ത് കളഞ്ഞോ അത്. ഇതിൽ നിന്ന് ഇതിലേക്ക് ഡെഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ഫസ്റ്റില് ഗൈസ്, ഇതാണ് എൻ്റെ ഒറ്റ മൈൻഡുള്ള വൈബ് തള്ള. കാലൊടിഞ്ഞാലും കുഴപ്പമില്ല, സിനിമ കാണുന്നത് കണ്ടുകൊണ്ടല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ വന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ബൈ.